നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ 21,66,00,000 രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CS യശോധരൻ അവതരിപ്പിച്ചത്. വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS യശോധരൻ അവതരിപ്പിച്ചത്. 21,66,00,000 രൂപ വരവും 20,27,00,000 രൂപ ചെലവും 1,39,00,000 രൂപ മിച്ചവും ഉൾക്കൊള്ളുന്നതാണ് ബജറ്റ്. ബ്ലോക്ക് പരിധിയിൽ സ്വന്തമായി ഭവനമില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും ഭവനം ഉറപ്പുവരുത്തുന്നതിനായി 1,12,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കും യുവതീ യുവാക്കൾക്കും പരിരക്ഷ നൽകുന്നതിനായി വയോജന പാർക്കും ഓപ്പൺ ജിമ്മും സ്ഥാപിക്കും. ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകളാണ് മറ്റൊരു പ്രത്യേകത. കാർഷിക മേഖലയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 10,00,000 രൂപ വകയിരുത്തി. ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കാലിത്തീറ്റ സബ്സിഡിക്കായി 30,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പരിധിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പുതിയവ കണ്ടെത്തുകയും ചെയ്യും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ടോയ്ലറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനായി പഞ്ചായത്തുകളുടെ സഹകരണം ഉറപ്പാക്കും. ടൂറിസ്റ്റ് വികസനം ലക്ഷ്യമിട്ട് 20,00,000 രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാമ്പാടുംപാറ PHC വികസനത്തിന് 26,00,000 രൂപയും രാജാക്കാട് CHSCക്ക് 42,00,000 രൂപയും അനുവദിച്ചു. കാർഷിക മേഖലയിൽ കാർഷിക ഗ്രൂപ്പുകൾക്ക് വിവിധ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, പാലിയേറ്റീവ് തുടങ്ങിയവയ്ക്കും ബജറ്റിൽ ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ നമ്മുടെ സമസ്ത മേഖലയിലും എല്ലാ ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ആളുകളും ഭവന നിർമ്മാണം, കുടിവെള്ളം, ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്ഷീരമേഖല, സമഗ്രമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമിയുടെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ സെക്രട്ടറി S പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.